ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു സാഹസിക യാത്രയിൽ ആ യാത്ര ഞങ്ങൾ വലിയൊരു അപകടം നിറഞ്ഞൊരു പ്രദേശത്ത് എത്തിക്കുകയും ചെയ്ത ചില നിമിഷങ്ങളും മടക്കയാത്രയിൽ ഞങ്ങൾക്ക് കാടിനുള്ളിൽ വഴിതെറ്റിപ്പോവുകയും ചെയ്ത ചില നിമിഷങ്ങളും അതിനോടൊപ്പം ആ കാടിനുള്ളിലെ മനോഹര ദൃശ്യങ്ങളും രഹസ്യങ്ങളും ഞങ്ങൾ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ പൂർണ്ണമായും ഞങ്ങളുടെ വീഡിയോ കാണണം. ഞങ്ങളിന്ന് അവധി ദിവസമായതുകൊണ്ട് തന്നെ ഞങ്ങളുടെ തിരുവനന്തപുരത്തു നിന്ന് കുറച്ച് കൂട്ടുകാർ വന്നിട്ടുണ്ടായിരുന്നു. അവരുമൊപ്പം അവരെ ഈ അഞ്ചുള്ളിയുടെ മനോഹര ദൃശ്യം കാണിക്കുവാൻ വേണ്ടി യാത്ര തിരിച്ചു. കാലവർഷം അതിശക്തമായി നിൽക്കുകയാണ്. എങ്കിലും അഞ്ചുള്ളിയിലെ മനോഹര ദൃശ്യം അവരെ കാണിക്കുവാൻ ഞങ്ങൾ തീരുമാനിച്ചു. ഞങ്ങൾ അഞ്ചുള്ളിയിലെത്തിയപ്പോൾ ടണൽ നിറഞ്ഞു കവിഞ്ഞൊഴുകുന്ന ഭീകരമാകുന്നൊരു കാഴ്ചയായിരുന്നു. എന്നിരുന്നാലും ഞങ്ങൾ മറുകര കടക്കുവാൻ വേണ്ടി ഒരു കാടിനുള്ളിലൂടെ ഉള്ള ഒരു യാത്ര ആരംഭിച്ചു. അങ്ങനെ ചെന്നുപെട്ടത് അപകടങ്ങൾ നിറഞ്ഞ വലിയൊരു തുരുത്തിലായിരുന്നു. അഞ്ചുരുളി തുരുത്തെന്ന് പറയും. അവിടെ ചെന്നപ്പോൾ തന്നെ കുറച്ച് ആളുകൾ അവിടെ ചൂണ്ടയിടുന്നുണ്ടായിരുന്നു. അവരുമായിട്ട് ഞങ്ങൾ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തതിന് ശേഷം ഞങ്ങൾ മടങ്ങി വരികയും ചെയ്തു. അങ്ങനെ മടങ്ങി വരുന്നത് വലിയൊരു കാടിനുള്ളിലൂടെയാണ്. അതായത് നല്ലൊരു ഭീകരത തോന്നുന്ന ഒരു കാടിനുള്ളിലൂടെയാണ് ഞങ്ങൾ നടന്നു വരുന്നത്. അപകടങ്ങൾ പതിയിരിക്കുന്ന ഒരു വഴി തന്നെ എന്ന് പറയാം. അങ്ങനെ വരുമ്പോൾ തന്നെ ഞങ്ങൾക്ക് വഴിതെറ്റിപ്പോയി ഒടുവിൽ ടണലിൻ്റെ മുകൾ ഭാഗത്തെത്തിയും ഭീകരമാകുന്ന ആ കാഴ്ചകൾ ഞങ്ങൾ കാണുകയും ചെയ്ത നിമിഷങ്ങളാണ് ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഞാൻ സമർപ്പിക്കുന്നത്. ഏതായാലും ഞങ്ങളുടെ വീഡിയോ ഫുള്ളായിട്ട് നിങ്ങൾ കാണണം. ആ കാനന യാത്രയുടെ ആ മനോഹര ദൃശ്യങ്ങളും അതുപോലെ അപകടങ്ങളും നിറഞ്ഞ പാതയുമാണ് എൻ്റെ വീഡിയോയിൽ ഇന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെ വൈകുന്നേരം മുതൽ 5:30 ആയപ്പോൾ നല്ലപോലെ മേഘം ഇരുണ്ടു മൂടുന്നു. കാട്ടിലൂടെയുള്ള യാത്രയായതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് എത്രയും വേഗം ടൗണിലെത്തണം എന്നുള്ളത് കൊണ്ട് തന്നെ ഞങ്ങളെല്ലാം പെട്ടെന്ന് കുടയും ബാഗും ഒക്കെ ആയിട്ട് ഞങ്ങൾ മടങ്ങി വരുവാൻ തീരുമാനിച്ചു. അങ്ങനെ മടക്കയാത്രയിൽ ഞങ്ങൾക്ക് ഇറങ്ങിപ്പോയ പാത അല്ലെങ്കിൽ വഴി അറിയത്തില്ലാതെ വരികയും ഞങ്ങൾ ആ കാടിനുള്ളിലൂടെ ഞങ്ങൾ മുകളിലേക്ക് ഒരു ലക്ഷ്യം വെച്ച് കയറിപ്പോകുന്ന ഒരു ഭാഗമാണ് നിങ്ങൾ കാണുന്നത്. ഞങ്ങൾ 5 പേരോളം ഉണ്ടായിരുന്നു. എൻ്റെ കൂടെയുള്ളവരൊക്കെ പ്ലാസ്റ്റിക് കോട്ടുകളൊക്കെ അണിഞ്ഞാണ്. ഞാനൊരു കുടയും ചൂടിയാണ് യാത്ര ചെയ്യുന്നത്. എന്തായാലും ഈ മനോഹര ദൃശ്യമൊന്ന് പകർത്താമല്ലോ എന്നോർത്താണ് ഞാൻ വീഡിയോ എടുത്തത്. എന്നിരുന്നാലും ആ യാത്ര ഞങ്ങൾക്ക് എങ്ങോട്ടാണ് ചെന്ന് ചേരേണ്ടത്, ആ വഴി എവിടെയാണ്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ടണൽ മുഖത്തെത്തണമെങ്കിൽ എങ്ങോട്ട് പോകണമെന്നറിയാത്ത ഒരവസ്ഥയായിരുന്നു. കാരണം കാടിനുള്ളാണ്. അതിൽ ആളുകൾ നടക്കുന്ന യാതൊരു സൂചനയും ഞങ്ങൾക്ക് കാണാതെ വന്നു. ഒടുവിൽ ഞങ്ങൾ ഏകദേശം ലക്ഷ്യം വെച്ച് അങ്ങ് നടക്കുവാൻ തുടങ്ങി. അപ്പോൾ ഒരുപാട് വലിയൊരു കയറ്റം കയറി വേണം ഒരു ടണൽ, അല്ലെങ്കിൽ നമ്മുടെ അഞ്ചുള്ളിൽ ടണലിൻ്റെ മുകളിലെ മലയുടെ മുകളിലൂടെ വേണം നമുക്ക് ഞങ്ങളുടെ വാഹനം കിടക്കുന്ന റോഡിലെത്തുവാൻ. എന്തായാലും അതിലുള്ള ആ വഴി അപകടകരമാകുന്ന ഒരു യാത്രയെന്ന് വേണമെങ്കിൽ തന്നെ പറയാം. എൻ്റെ ഈ വീഡിയോയുടെ ഫുള്ള് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഇപ്പോൾ ഞങ്ങൾ കാടിനുള്ളിലൂടെ മുകളിലേക്ക് കയറുകയാണ്. അപ്പം നല്ല തെന്നലുണ്ട് കേട്ടോ. നല്ലൊരു കയറ്റമാണ്. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകും. എൻ്റെ കൂടെയുള്ള ചെറുപ്പക്കാരായ അവർ പോലും മടുത്തു നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അവർ സ്കെൽറ്ററാണ്. എന്നാൽ ഞാൻ അല്പം വണ്ണമുള്ളതുകൊണ്ട് തന്നെ ഞാൻ ഏറ്റവും പുറകിലായിപ്പോയി. കാരണം എനിക്ക് നടക്കുവാൻ കഴിയാത്ത വിധത്തിലൊരു കയറ്റമായിരുന്നു. അവരും മടുത്തു നിൽക്കുന്ന ചില നിമിഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാമോ. അതുപോലെ വഴുവഴുപ്പുള്ള ഒരു കാടാണ്. ഈ ഇലകൾ വീണ് അവിടെ തെന്നി വീഴുവാൻ ഏറെ സാധ്യതയുള്ളൊരു സ്ഥലത്തു കൂടെയാണ് ഞങ്ങൾ മുകളിലേക്ക് കയറിപ്പോകുന്നത്. നല്ല മടുപ്പോടു കൂടിയാണ് ഞങ്ങൾ നടക്കുന്നത് കേട്ടോ.
വീട്ടിൽ പോടാ. അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ട് ഞങ്ങൾ വീണും പിടച്ചുമൊക്കെ ഞങ്ങൾ ആ വഴിയിലെത്തി കേട്ടോ. ആ വഴിയിലെത്തി ഞങ്ങൾ മടങ്ങി വന്ന വഴിയിൽ നിന്ന് ഏറെ അകലത്തിലാണ് ഞങ്ങൾ ചെന്ന് പെട്ടത്. എങ്കിലും ഞങ്ങൾക്ക് മടങ്ങി ഒരു ചെറിയ പാത കണ്ടുകൊണ്ട് തന്നെ ഞങ്ങൾ അതിൽ നടക്കുവാൻ ശ്രമിച്ച് ഞങ്ങൾ വാഹനത്തിനകത്തേക്ക് പോകുന്ന രസകരമാകുന്ന ഒരു വീഡിയോ ആണ്. അപ്പം നിങ്ങൾക്ക് ഇനിയാണ് ഭീകരത തോന്നുന്ന ചില നിമിഷങ്ങൾ നിങ്ങൾ പൂർണ്ണമായി ഈ വീഡിയോ കാണുക. അപ്പോൾ എന്തായാലും വളരെ ഡേഞ്ചറായ ഒരു മേഖലയിൽ കൂടെ ഞങ്ങൾ യാത്ര ചെയ്യുന്നു കേട്ടോ. അപ്പം ഇത് ഞങ്ങൾക്ക് വലിയ ജോലിയൊന്നും ഇല്ലാഞ്ഞുകൊണ്ട് അഞ്ചൂരിൽ ടണലിൻ്റെ മുകളിലൂടെ ഒരു കാട്ടിലൂടെയുള്ളൊരു യാത്രയാണ്. നല്ല മഴയുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. അഞ്ചുരുളി ടണൽ നിറഞ്ഞ് കവിഞ്ഞൊഴുകുന്ന ഒരു രസകരമാകുന്ന വീഡിയോ ഒക്കെയാണ്. അപ്പോൾ നല്ല മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ താഴേക്ക് പോയി കഴിഞ്ഞാൽ വണ്ടം കൊക്കയാണ്. അപ്പോൾ യാത്ര ഇതിലങ്ങനെ അറിയാൻ നടപ്പുള്ളതല്ല. എങ്കിൽ പോലും ഈ പ്രദേശവാസികളായ ആളുകൾക്ക് ഈ വഴി അറിയാം. അപ്പോൾ ടണലിൻ്റെ അകത്തൂടെ വെള്ളം ഒഴുകുന്നുണ്ട്. ഇക്കരക്കര കിടക്കുവാൻ കഴിയാതെ വന്നുകൊണ്ട് ഞങ്ങൾ ടണലിൻ്റെ മുകളിലൂടെയുള്ള ഒരു കാട്ടിലൂടെയുള്ളൊരു ചെറിയ വഴി, പാറയ്ക്ക് നല്ല വഴുവഴുത്ത് കിടക്കുക. തിന്നിക്കഴിഞ്ഞാൽ അങ്ങ് താഴെ കയറ്റി പോകും. പിന്നെ നമ്മൾ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. എന്തായാലും ശുഭകരമാകുന്ന വാർത്തകളോടുകൂടി ഞാൻ വീഡിയോ അവസാനിപ്പിക്കാം കേട്ടോ. കല്യാണത്തിൻ്റെ ഇതിൻ്റെ അടിയിൽ കൂടെയാണ് ടണൽ പോകുന്നത്. അപ്പോൾ ടണലിൽ കൂടെ വെള്ളം കുത്തി ഒഴുകുന്ന ഞാൻ അതിൻ്റെ കറക്റ്റായിട്ട് മേളിൽ ചെന്നപ്പോൾ കാണിക്കാം. അപ്പം വീഡിയോ കൊടുത്തും എൻ്റെ കൂട്ടുകാരന്മാരൊക്കെ ഉണ്ട്. അവരൊക്കെ ഇച്ചിരി സ്കെൽറ്റായിട്ടുള്ള ആൾക്കാരായതുകൊണ്ട് അവർക്ക് നടന്നു പോകാൻ സാധിക്കുന്നുണ്ട്. എൻ്റെ കാലിൽ മസിലൊക്കെ കയറി കേട്ടോ. അപ്പോൾ കാരണം ഞാൻ അല്പം വിശ്രമിച്ചൊക്കെയാണ്. എന്താ അപകടകരമായ ഒരു വഴിയാണ്. പരിചയമില്ലാത്തവരൊന്നും വരുന്നൊരു വഴിയല്ല. ഇവിടെ ഒരു ചെറിയ ചടങ്ങുണ്ട്. അപ്പോൾ എന്തായാലും വീഡിയോ എടുക്കാൻ പറ്റുമോ നോക്കട്ടെ. ഇതുണ്ടോ താഴോട്ട് വലിയൊരു കുഴിയാണ്. ഈ ചെറിയ കമ്പിൽ ചവിട്ടി വേണം. എടാ വീണ പിടിച്ചേക്കണേ. തെന്നു കൂടെ. അയ്യോ ഭാഗ്യം. അപ്പോൾ എന്തുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ സാഹസിക യാത്രയൊക്കെ നിങ്ങളെ കാട്ടുന്നു എന്ന് ചോദിച്ചാൽ ഇടുക്കിയിലെ രസകരമാകുന്ന ചില ഭാഗങ്ങൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ്. ഇതാണ് ഇടുക്കി ഡാമിലെ അഞ്ചുരുളി ജലാശയം കേട്ടോ. താഴേക്ക് എനിക്ക് ഒത്തിരി സൂം ചെയ്തെടുക്കാൻ പറ്റത്തില്ല. കാരണം ഒരു കയ്യിൽ കുടയും ഒരു കയ്യിൽ ഫോണും പിന്നെ രണ്ട് കൈയും ശരീരവും എല്ലാം ബാലൻസ് ചെയ്താണ് ഞാൻ ഇറങ്ങിപ്പോകുന്നത്. അപ്പം നിങ്ങളുടെയൊക്കെ പ്രദേശത്ത് ഇതുപോലത്തെയുള്ള നല്ല നല്ല സ്ഥലമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. നിങ്ങൾക്ക് കേൾക്കാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. സൈഡിൽ കൂടെ ചവിട്ടിയാൽ തെന്നും. അപ്പോൾ വെള്ളത്തിൽ കൂടെ തന്നെ അങ്ങ് ഇറങ്ങി പോവുമെങ്കിൽ. ഇപ്പോൾ എന്തായാലും അഞ്ചുരുളി ടണലിൻ്റെ മുകൾ ഭാഗം എത്തി കേട്ടോ. അപ്പോൾ അതിൻ്റെ ശബ്ദം നിങ്ങൾക്ക് കേൾക്കാം. എന്തായാലും ഞങ്ങളുടെ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണണം. ഈ രസകരമാകുന്ന യാത്രയെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇതാണ് കേട്ടോ. ഇതാണ് അഞ്ചുരുളി ടണലിൻ്റെ കറക്റ്റ് മുകൾ ഭാഗത്താണ് ഞാൻ നിൽക്കുന്നത് കേട്ടോ. ഞാൻ അക്കരെ കയറിയിട്ട് ഞാൻ ഫുള്ളായിട്ട് ഞാൻ കാണിക്കാവേ. കുട പിടിച്ചാൽ മതി. കുട പിടിച്ചാൽ ഇവിടെ നിന്നൊക്കെ ഈ ഇതിലെയാണ് ഞങ്ങൾ നടന്നു വന്നത്. എത്രത്തോളം അപകട സ്ഥലമാണെന്ന് ഓർക്കണേ.
കൈ അല്പം വിറയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇപ്പം കറക്റ്റ് ഞാൻ അഞ്ചുരുൾ ടണലിൻ്റെ മുകൾ ഭാഗത്താണ് നിൽക്കുന്നത്. ഇപ്പോൾ സൂം ചെയ്തെടുക്കാവേ. അതുകൊണ്ട് അഞ്ചുരുൾ ടണൽ നിറഞ്ഞ് കവിഞ്ഞൊഴുകുന്ന ഒരു മനോഹര കാഴ്ചയാണ് കാണുന്നത്. അങ്ങോട്ട് ഒരു മനുഷ്യൻ പോയി കഴിഞ്ഞാൽ അവൻ്റെ അവസ്ഥയൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. പുറത്തോളം ഭീതി ഉളവാക്കുന്നൊരു കാഴ്ചയാണ്. ഇരട്ടിയാർ ഡാമിൽ നിന്ന് ടണൽ വഴി കുത്തിയൊഴുകുന്ന നിങ്ങൾക്ക് അഞ്ചുരുൾ ടണൽ അറിയാമായിരിക്കും. ഇത്രത്തോളം വലിയ ടണൽ മറഞ്ഞൊഴുകുന്ന ഒരു മനോഹര കാഴ്ചയാണ്. അതിലുപരി അപകടകരമാകുന്നൊരു വെള്ളച്ചാട്ടമാണിത്. എന്തായാലും ടണലിൻ്റെ മുകൾ ഭാഗത്തു നിന്നുള്ള കാഴ്ചയാണ്. ഇതുവരെ ഞങ്ങൾ യാത്ര തുടരുകയാണ്. കൂട്ടുകാരൊക്കെ ഫ്രണ്ടിൽ ഇറങ്ങിപ്പോയി. എനിക്ക് അല്പം സപ്പോർട്ടൊക്കെ ചെയ്യുന്നുണ്ട് അവർ കേട്ടോ. ഇവിടെ സത്യത്തിൽ വീഡിയോ പിടിക്കുവാൻ എനിക്ക് അല്പം ഭയമുണ്ടെങ്കിലും ഞാൻ ഓരോ കല്ലിൻ്റെ ഓരോ കുഴികളിൽ ചവിട്ടിയാണ് ഇറങ്ങി പോകുന്നത്. ഇവിടെ നിന്നുള്ള താഴോട്ടുള്ള തെന്നിക്കഴിഞ്ഞാലുള്ള അവസ്ഥയെക്കുറിച്ച് ഞാൻ വിവരിക്കുന്നില്ല, താല്പര്യമില്ല. എന്തായാലും ഞങ്ങൾ കുറച്ച് മഴയൊക്കെ നനഞ്ഞപ്പോൾ എനിക്ക് മാത്രമേ കുടയുണ്ടായിരുന്നുള്ളൂ. അവരെല്ലാം പ്ലാസ്റ്റിക് കോട്ടുകൾ ഇട്ടാണ്. ഇനി ഇറക്കമാണ്. അങ്ങനെ ഒരു 1.5 കിലോമീറ്റർ 2 കിലോമീറ്റർ ഞങ്ങൾ നടന്നിട്ടാണ് ഈ ടണൽ ഒന്ന് മുറിച്ച് കിടക്കുവാൻ പറ്റിയത്. വെള്ളമില്ലായിരുന്നു കേട്ടാൽ എൻ്റെ സൈഡിൽ കൂടെ നമുക്ക് ഇറങ്ങിപ്പോകാതെ. അപ്പം നമുക്ക് അക്കരയ്ക്ക് കിടക്കുവാൻ ഈ കാട്ടുപാത മാത്രമേ ഉള്ളൂ, കാട്ടിലൂടെയുള്ള വഴി മാത്രമേ ഉള്ളൂ. കുറുനരിയാണോ എന്നാ സംഭവം? ഒരു നായ വരുന്നുണ്ട്. അത് നമ്മുടെ നാട്ടിലുള്ള ഒരു നായ്ക്കുട്ടിയാണ്. അപ്പം അവരെല്ലാം ഫ്രണ്ടിലേക്ക് ഇറങ്ങി പോകുമല്ലോ. ഇനി അല്പം റിസ്ക്കുള്ള സ്ഥലമൊക്കെ കഴിയും. എന്തായാലും അപകടം തീർന്നു, അല്ലെങ്കിൽ തെന്നലുള്ള സ്ഥലം കഴിഞ്ഞു എന്ന് പറഞ്ഞ് വീഡിയോ പിടിച്ചപ്പോൾ തന്നെ ഞാൻ തെന്നി വീണേ. അപ്പം എൻ്റെ ചെരുപ്പ് പൊട്ടിയിട്ടുണ്ട്. ആ ഒരു ചെരുപ്പ് ഊരി പിടിച്ചുകൊണ്ട് ഞാൻ പോവുകയാണ്. അങ്ങനെ അഞ്ചുരുളി ടണൽ മുഖം അല്ലെങ്കിൽ ടൂറിസ്റ്റുകളൊക്കെ വന്നു ചേരുന്ന ആ പ്രദേശത്ത് ഞാൻ എത്തിയിട്ടുണ്ടോ. അപ്പോൾ എന്തായാലും ഈ വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് ഞങ്ങൾ ചെറുപ്പക്കാരായ ആളുകൾ ചില സാഹസിക യാത്രകൾ നടത്തിയതിൻ്റെ ഭാഗമാട്ടോ. അപ്പോൾ എന്തായാലും ഞങ്ങളുടെ വീഡിയോ ഫുള്ളായിട്ട് കാണുക. നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞങ്ങൾ കരുതുകയാണ്. അപ്പോൾ ഞങ്ങൾ വണ്ടി നിർത്തിയിരിക്കുന്ന സ്ഥലത്ത് എത്തിയിട്ടോ. അപ്പോൾ ഇതാണ് അഞ്ചുരുളി ടണൽ മുഖത്തേക്ക് പോകുന്ന വഴി, നിങ്ങൾക്കറിയാമല്ലോ. ഇത് ഇടുക്കി ജില്ലയിലെ പ്രധാന ടൂറിസ്റ്റ് മേഖലയെക്കുറിച്ച് വിവരിക്കുന്ന ഒരു ഫ്ലെക്സ് ബോർഡാട്ടോ. അപ്പോൾ ഇപ്പോൾ ഇവിടെ മഴയായതുകൊണ്ട് അപകട സാധ്യത നിലനിൽക്കുന്നത് കൊണ്ട് ഇവിടുത്തെ കടകളെല്ലാം ഇവിടുത്തെ പഞ്ചായത്ത് അതുപോലെ റവന്യൂ വകുപ്പൊക്കെ അടച്ചിട്ടേക്കും. എന്തായാലും ഞങ്ങളുടെ വണ്ടിയിലെത്തി. എന്തായാലും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞങ്ങൾ കരുതുകയാണ്. ഒരു രസകരമാകുന്ന ഒരു യാത്രയുടെ വിവരണമാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്നത്. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ പൂർണ്ണമായി സപ്പോർട്ട് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോയുമായി വരും വരെ എല്ലാവർക്കും ഗുഡ് ബൈ.